ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു പെൻഡ്രൈവിൽ കുത്തി അത് കാണിക്കുകയാണ് കേട്ടോ. ചങ്ക് തകർന്നാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോ ഭാഗങ്ങളും എടുത്ത് കാണിക്കുകയാണ്. നമ്മുടെ സച്ചി ഓരോ ഭാഗങ്ങളും പിടിച്ചായിരുന്നുവല്ലോ. അവിടെ നടന്ന ഓരോ മിനിറ്റിലും ഓരോ സംഭവങ്ങളും എടുത്ത് കാണിച്ചു. ചന്ദ്രയാണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുക. എല്ലാവർക്കും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഓരോ സീനുകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കണ്ടാണല്ലോ. ആ ഭാഗങ്ങളൊക്കെ ഫോണിൽ പിടിക്കുന്നത് അതൊക്കെ ഇങ്ങനെ ടി വിയിൽ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു. ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കൊക്കെ അങ്ങ് വല്ലാണ്ടായി. ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ സച്ചി ഇതുണ്ടല്ലോ, ഇത് എപ്പോഴും ശ്രുതി പറയാറുണ്ട് ക്ലയന്റിനെ കാണാൻ വേണ്ടി ഒരു പാർക്കിൽ പോകുന്നു. അവിടെ പോയപ്പോഴെങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നൊക്കെ വെറുതെ സംസാരിക്കാനൊക്കെ ഇരുന്നത്. ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു എന്നൊക്കെ. ഇത് അങ്ങനെ എങ്ങാണ്ട, അല്ലാതെ വേറൊന്നും അല്ല. ഇതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഓഹോ, എന്നിട്ടും ഭർത്താവിനെ വിശ്വസിക്കുന്ന ഭാര്യയാകാനാണോ താല്പര്യം? എങ്കിൽ പിന്നെ ഞാൻ ഒരു ഓഡിയോയും കൂടെ നിങ്ങളെ അങ്ങോട്ട് കേൾപ്പിക്കാം. ഈ ഓഡിയോ അല്ല കേട്ടോ, ഒരു സീനും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം എന്നും പറഞ്ഞ സെക്യൂരിറ്റി പറഞ്ഞത് ഫോണിൽ പിടിച്ചെടുത്തില്ലായിരുന്നോ നമ്മുടെ സച്ചി? അത് മുഴുവനും അങ്ങ് കേൾപ്പിക്കുകയാണ്. അപ്പൊ ആ സെക്യൂരിറ്റി പറയുന്നുണ്ട്, രാവിലെ നിന്നും കറക്റ്റ് 8 മണിയാവുമ്പം ശ്രുതി വരും. ശ്രുതി വന്നിട്ട് പാർക്കിലിരിക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ഉണ്ട്. അതിനിടയിൽ സ്നാക്സ് ആയിട്ടും കോഫി ആയിട്ടും ഉച്ചയ്ക്ക് ഫുഡായിട്ടും ഒക്കെ ഇങ്ങനെ കഴിച്ച് തിന്നു കുടിച്ചാർത്ത് ഉല്ലസിച്ച് ഇതിലെ നടക്കുകയാണ്. കുടുംബക്കാരെ പറ്റിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് എന്നൊക്കെ ആ സെക്യൂരിറ്റി പറയുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റിക്ക് മനസ്സിലായി എല്ലാ ദിവസവും വരുന്ന ആളാണെന്ന്. അപ്പം ചിന്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. സെക്യൂരിറ്റി പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ലല്ലോ, ചിന്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഷോറൂമിലേക്ക് പോകുന്നില്ലെന്ന്. എന്നിട്ടും സച്ചിക്ക് അറിയായിരുന്നു ഇതൊന്നും വിശ്വസിക്കത്തില്ലെന്ന്. സച്ചി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരിക്കലും വിശ്വസിക്കത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് സച്ചി എന്താ ചെയ്തത്? സച്ചി ഒരു മുഴം മുമ്പേ അങ്ങോട്ട് എറിഞ്ഞു. വേറൊന്നുമല്ല, ഷോറൂമിൽ പോയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ മാനേജറെ കണ്ട് ചോദിച്ചു, ശ്രുതി ഇവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ടോന്ന്. അപ്പം പറഞ്ഞു, അവനെ പറഞ്ഞു വിട്ടിട്ട് 3 മാസമായി, ഇതുപോലെ ഒരുത്തനെ കണ്ടിട്ടില്ല. ചണ്ണ ഒരുത്തനായി പോയി. അവന് നമ്മൾ പറയുന്ന ഒന്നും അല്ല അവൻ കേൾക്കേണ്ടത്. അവൻ ഈ കമ്പനിയിൽ വന്ന് എന്നെ ഭരിക്കാനാ വന്നത്. ഞാനാ ഇപ്പം ഏതാണ്ട് തൊഴിലാളി എന്നുള്ള വിചാരത്തിലാണ്, അവൻ MD എന്നുള്ള വിചാരത്തിലാണ് അവൻ ഇരിക്കുന്നത്. അന്നേ അവനെ പറഞ്ഞു വിട്ടു. ഒന്നും കൂടി ഇത് ഓഡിയോ ആട്ടോ കേൾപ്പിച്ചത്. ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് തൃപ്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. ശ്രുതി എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴത്തേക്കും പൗഡറടത്തേക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. അല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതെ, എനിക്ക് വെറുതെ കിട്ടാനൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞിട്ട് എനിക്ക് എന്തേലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ലല്ലോ. പിന്നെ കിട്ടും എനിക്ക് കുറച്ച് സമാധാനം. കാരണമേ എന്നെ കുത്തി ഓരോരുത്തർ ഇവിടെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിലെ പ്രധാന 2 വ്യക്തികളാണ് ഈ നിൽക്കുന്ന എൻ്റെ അമ്മയും പിന്നെ ആ കള്ള ശ്രുതിയും. പിന്നെ പൗഡറടത്തിയും കുറെ എന്നെ കുത്തിയിട്ടുണ്ട്. അതുമല്ല, ഡ്രൈവർ ജോലി വലിയ ജോലിയൊന്നും അല്ലല്ലോ. അതെന്ത് ജോലിയല്ലേ? ഒരു ജോലിയല്ല. പാർക്കിൽ പോയി വെറുതെ ഇരുന്ന് സമയം കളയുന്നത് നല്ല ജോലിയാണല്ലോ. കൊള്ളാം. അത് ഇനിയിപ്പം ശ്രുതി അടത്തി അറിഞ്ഞോണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയുടെ മുഖത്തേക്ക് ഇങ്ങനെ സച്ചി ഇങ്ങനെ മാറി നോക്കുക. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന നിപ്പൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നെന്നാണല്ലോ തോന്നുന്നത്. ഇതെല്ലാം അറിയായിരുന്നോ അമ്മയ്ക്ക്? സച്ചി, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. സത്യമാണോ? എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറാണ്. ഏതായാലും വല്ലാത്തൊരവസ്ഥയിലായി പോയി. വർഷ പറഞ്ഞു, എങ്കിലും ശ്രുതി ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇന്റലിജന്റാ. അതുമല്ല, ഇത്രയും കള്ളത്തരം പറഞ്ഞ് ജീവിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇത് എത്രയ്ക്ക് ഷെയിമായി പോയല്ലോ. എനിക്ക് കേട്ടിട്ട് തന്നെ അങ്ങോട്ട് തൊലി ഉരിഞ്ഞു പോകുന്നു. എങ്കിലും സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ശ്രുതിയടുത്തേക്ക് അത് മനസ്സിലായില്ലെന്ന് ഞാൻ ഓർക്കണത്. എൻ്റെ ശ്രീകാന്ത് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല.
എന്തുണ്ടെങ്കിലും എന്റെ ശ്രീകാന്ത് എന്നോട് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. ഇതിപ്പം എന്താ പറയാ, ഞാനേ ശ്രുതിയേട്ടന് ഒത്തിരി ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രുതി ചേച്ചി. പക്ഷേ ഇപ്പൊ എനിക്ക് ആ ഒരു ബഹുമാനമൊക്കെ പെട്ടെന്ന് അങ്ങ് പോയി. കള്ളം പറഞ്ഞ് പറ്റിച്ച് വീട്ടുകാരെ പറ്റിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതത്രയ്ക്ക് തരം താഴ്ന്ന പ്രവൃത്തിയല്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും പറയാണ്, അല്ലെങ്കിലും എന്റെ ഭർത്താവിന് ഇവിടെ ജോലി ഇല്ലായിരുന്നപ്പോഴേ എന്തൊക്കെയായിരുന്നു പറഞ്ഞു കണ്ടിരുന്നത്, എന്നിട്ട് ഇപ്പൊ കണ്ടോ എന്നിങ്ങനെ രേവതിയും പറഞ്ഞു. ഇപ്പം ചന്ദ്രയാണെങ്കിൽ ഇടി രേവതി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പൊ സച്ചു പറഞ്ഞു, എന്തിനു മിണ്ടാതിരിക്കണം, ദേ ഇനി ഞങ്ങളെ വായടപ്പിക്കാൻ വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം, മിണ്ടാതെ എവിടെയെങ്ങാണോ ഇരുന്നോ, മോനെ സ്കൂട്ട് പിടിച്ചെല്ലാം ചെയ്തോണ്ട് നടന്നതല്ലായിരുന്നോ, എന്നിട്ട് ഇപ്പൊ എന്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി വരുന്നത്. ആരാണ്? നമ്മുടെ ആക്ടർ വരുന്നത്. ഭയങ്കര സംഭവം തന്നെ. നമ്മുടെ ശ്രുതി കയറി വരുന്നതും, ഇതെന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നു, പൂക്കൊട്ടയും പൂവൊക്കെ കൊണ്ട് നിരത്തിയിട്ടിരിക്കുന്നു, ഇതെന്താ ഈ നടവാതക്കലാണോ ഇതൊക്കെ വെച്ചിരിക്കുന്നത്, എന്റെ കമ്പനിയിൽ നിന്ന് എന്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു നാണക്കേടാണിത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരിക. പെട്ടെന്ന് സച്ചി എന്നിട്ട്, ഏത് കമ്പനിയാടാ? അത് പിന്നെ എന്റെ ഓഫീസിൽ നിന്ന്. ഓ, നിന്റെ ഓഫീസിൽ നിന്ന് ആര് വരാനാ? അത് പിന്നെ ചിലപ്പോൾ എന്റെ ക്ലയൻസോ അല്ലെങ്കിൽ പിന്നെ ഓഫീസിലെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതൊക്കെ നാണം കെട്ട കേസല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നു. അവിടെ വന്നിരുന്നിട്ട് ഇവന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവും, ഒന്നും മനസ്സിലാവില്ലല്ലോ. അതെ അമ്മേ, ശ്രുതി ഒരു കാര്യം കേൾക്കണം. ഇവിടെയുള്ള ഇതുങ്ങൾക്കൊക്കെ അല്ലേ എന്നെ വിലയും നിലയും ഇല്ലാത്തത്. പക്ഷെ ഉണ്ടല്ലോ, ഓഫീസില് കാർ ഷോറൂമില് എന്നെ എല്ലാവർക്കും ഭയങ്കര നിലയും വിലയാ. അപ്പൊ സച്ചി അവിടെ നിന്ന് പിന്നെ 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 ഭയങ്കര നിലയും വിലയുമാണ്. അതെനിക്കറിയാം, ഭയങ്കര നിലയും ഭയങ്കര വിലയും, ഭയങ്കര വില തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും, നീ ഒന്നും മിണ്ടായിരിക്കണം സച്ചി എന്നിങ്ങനെ ശ്രുതി പറഞ്ഞിട്ട്, അത് പിന്നെ ഉണ്ടല്ലോ, ഇന്ന് കാർ ഷോറൂമില് ദേ ശ്രുതി, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാ വന്നത്. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് കുറച്ച് കാറുകളൊക്കെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. എന്റെ കഴിവ് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കാറുകളൊക്കെ അങ്ങ് പരിചയപ്പെടുത്തിയില്ലേ. കാറുകളെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആക്ടറിന് എന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഏതാണ്ട് ഞാൻ സെലിബ്രിറ്റി ആയതുപോലെ. എന്നെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഏതായാലും ഒരു കാറ് ബുക്ക് ചെയ്യാൻ വന്ന ആ ആക്ടർ 2 കാറ് ബുക്ക് ചെയ്തു. ആര് കാരണം? ഈ ശ്രുതിയുടെ കഴിവ് കാരണം. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? ഇവിടെയാണല്ലോ എനിക്കൊരു നിലയും വിലയും ഇല്ലാത്തത്. ഇനിയിപ്പം അതുപോലെയുള്ളവരൊക്കെ എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? കുറെ പൂക്കളും കച്ചവടം കൊണ്ടുപിടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ എന്നിങ്ങനെ ചോദിക്കാം. അപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എടാ ശ്രുതി നിർത്തടാ, മതിയടാ, നിർത്തടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ആണെങ്കിൽ പിന്നെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും ഇത് എല്ലാവരുടെയും മുഖത്തിനൊരു ഭാവവും ഇല്ല. അപ്പോഴത്തേക്കും ഇതെന്ത് പറ്റി എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നത്? ഇതെന്താ ആർക്കും ഒരു മറുപടി ഇല്ലേ? ശ്രുതി, നീ എന്താ ശ്രുതി ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കുമാണ് പറഞ്ഞത്, അല്ല ഈ ഓഫീസ് എന്ന് പറയുന്നതേ ആ പാർക്കാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോ, പാർക്കോ? ഏത് പാർക്ക്? ആ ടി വിയിലേക്ക് നോക്കിയേ, ആ പാർക്ക്. അയ്യോ, ഈ പാർക്ക് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ആ എന്നായിപ്പോയി നമ്മുടെ ശ്രുതി. പിന്നെ നമ്മുടെ ശ്രുതിക്ക് ഒരക്ഷരം മിണ്ടാനില്ല. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പാർക്കിൽ നിൽക്കുന്നു. ശ്രുതി മറ്റേ സിസോയിൽ കളിക്കുന്നു. ഊർന്നിറങ്ങി വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ശ്രുതിയുടെ അഭിനയം സൂപ്പർ ആയിട്ടുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ആ സിസോയിൽ കയറി കളിക്കുന്നതും പിന്നെ ആ ഊർന്നിറങ്ങുന്ന സാധനത്തിൽ പണ്ടേ കയറി ഇരുന്നിട്ട് താഴേക്ക് കാലും കവച്ചു കൊണ്ടുവന്ന് വീഴുന്നതും, സത്യം പറഞ്ഞ അഭിനയം നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ, നല്ല കിടുവായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഇടപാട് അത് തീർന്നു. ശ്രുതി അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക, സ്തംഭിച്ചു പോയി. ഒരു നിമിഷം നമ്മുടെ ശ്രുതിക്കൊന്നും പറയാനില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, എന്തിയടാ നിന്റെ കാർ ഷോറൂം? ദേ ഈ കാണുന്നതല്ലേ നിന്റെ കാർ ഷോറൂം? നാണം ഉണ്ടോടാ വൃത്തികെട്ടവനെ. നീ എന്താ പറഞ്ഞത്? നീ വലിയ ഓഫീസിലെ നീ വലിയ സെയിൽസ് മാനേജര്. എന്തൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? എടാ ദേ ഇതിനകത്ത് എല്ലാം ഉണ്ടടാ. നീയെ രാവിലെ ഇവിടെ നിന്ന് പൊതിച്ചോറും കെട്ടിപ്പോയി ആ പാർക്കിൽ വൈകുന്നേരം വരെ ഇരുന്ന് കാണിച്ചു കൂട്ടുന്ന കൂത്തുകളും മൊത്തം നീ കണ്ടല്ലോ. ഇനി നീ നിന്റെ വായനക്കരുത്, ഇനി നീ കള്ളം പറയരുത്. ഇവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അമ്മ എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ചന്ദ്രനെ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, എന്ത് കമ്മ? എന്താ നിന്റെ കമ്മയ്ക്ക് ഇതെല്ലാം അറിയായിരുന്നോ? അത് പിന്നെ അമ്മ എന്ന് വീണ്ടും നമ്മുടെ ശ്രുതി വിളിച്ചപ്പോഴത്തേക്കും ചന്ദ്ര എന്നാടാന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മയ്ക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര, നീ മര്യാദയ്ക്ക് കയറി പോകാൻ നോക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി, നിക്ക് കയറി പോകാൻ വരട്ടെ, നിക്ക്. അല്ല ശ്രുതി, ഈ കാര്യം ഈ നിൽക്കുന്ന നിന്റെ അമ്മയ്ക്ക് അറിയായിരുന്നോ? ദേ
സത്യം പറഞ്ഞോണം അമ്മേ, അറിയായിരുന്നോ സുധിക്ക് രാവിലെ പൊതിച്ചോറ് കെട്ടി 3 or 4 മുട്ടയും വെച്ച് കൊടുത്തു വിടുന്നത് വേറെ ആരും അല്ല, എൻ്റെ അമ്മ തന്നെയാണല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും അങ്ങോട്ട് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ ശ്രുതിയല്ല, സോറി, ചന്ദ്ര. അപ്പം ചന്ദ്ര ലാസ്റ്റ് സമ്മതിക്കാണ് കേട്ടോ, ഇതൊക്കെ എനിക്ക് അറിയായിരുന്നെന്ന്. രവീന്ദ്രന് കാലി വന്നിട്ട് എന്താടി നീ പറഞ്ഞത്? അപ്പം നിനക്കിത് അറിയായിരുന്നല്ലേ? ആഹാ, നീ ആദ്യം പ്രമാണം കൊണ്ട് വിറ്റു, ഇപ്പം ദേ ഇവന്റെ കൂടെ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നു. എന്താ ചന്ദ്രയുടെ, നിന്റെ മകന്റെ ഭാവി നീ തന്നെ കളയുവാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് രവീന്ദ്രനല്ല, ശ്രുതിയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് കരഞ്ഞോണ്ട് റൂമിനകത്തേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു, കഷ്ടമുണ്ട് സുധിയേട്ടാ, സുധീഷ്ണൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? സുധീഷ്ണന് ജോലിയില്ലെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞാൽ പോരെ? ഇതിപ്പം കബളിപ്പിച്ച് എത്ര ദിവസമാ, എത്ര മാസമാ? ഇതൊക്കെ ആരെക്കൊണ്ടെങ്കിലും കഴിയോ? ഇതെങ്ങനെയാ സുധിയേട്ടനെ കൊണ്ട് കഴിയുന്നത്? എനിക്ക് ഓർത്തിട്ട് തന്നെ നാണക്കേട് തോന്നുവാന്ന് പറയാ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും പറഞ്ഞു കേട്ടോ, വാ ശ്രീകാന്തേ, നമുക്ക് പോകാം, ഇതൊക്കെ കണ്ടോണ്ട് എന്തിനാ നമുക്ക് വെറുതെ ഇവിടെ നിൽക്കുന്നത്? സത്യമായിട്ടും എനിക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോയി കേട്ടോ. ഈ സമയത്ത് പിന്നെ നമ്മുടെ രവീന്ദ്രൻ അവിടെ ഉള്ളത്. രവീന്ദ്രൻ ചോദിച്ചു, എടാ നീ എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നത്? നിന്നെ ഞങ്ങൾക്കറിയാം, നീ കള്ളം പറയും, നീ ഒരുപാട് കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, നിന്റെ എല്ലാ വിദ്യകളും 18ാമത്തെ അടവ് വരെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും അറിയാതെ നിന്നെ മാത്രം വിശ്വസിച്ച് ഈ വീട്ടിലൊരു പെൺകുട്ടി താമസിക്കുന്നുണ്ടല്ലോ, അതിന്റെ കാര്യം നീ മറന്നുപോയോ? നീ എന്തുകൊണ്ട് അവളോട് പറഞ്ഞില്ല? നിനക്ക് ജോലി നഷ്ടപ്പെട്ടെങ്കിൽ നീ നിന്റെ ഭാര്യയോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? വേറെ ആരോടും പറയുന്നതിനേക്കാൾ ആദ്യം നീ നിന്റെ ഭാര്യയോട് പറയണ്ടായിരുന്നോ? എന്താടാ നിന്റെ കുട്ടിക്കളി ഇതുവരെ മാറാത്തത്? നീ ഇപ്പോഴും ഈ കുട്ടിക്കളി കളിച്ചോണ്ട് നടക്കാം? നീ എന്തിനാടാ ഇത്രയും പഠിച്ചത്? നിനക്ക് വിവരവും ബോധവും ഇല്ലേടാ? ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും. അത് പിന്നെ എൻ്റെ വിദ്യാഭ്യാസം തന്നെ അച്ഛാ എൻ്റെ കുഴപ്പം. ഞാൻ ഒരുപാട് അലഞ്ഞ് ജോലി അന്വേഷിച്ച്, പക്ഷെ ചെറിയ ജോലിയൊന്നും എനിക്ക് തരത്തില്ല, വലിയ ജോലിയാ, വലിയ ഓഫീസുകളിലൊക്കെ. പക്ഷെ ആ ജോലിക്ക് ചെല്ലുമ്പോൾ അവരെന്നെ ആട്ടി ഓടിക്കുക. ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട്, എനിക്ക് കുറച്ച് അറിവുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഞാനത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. പിന്നെ അത് അവർക്കത് കുറച്ചിലാകും. പിന്നെ എന്നെ അവിടെ നിർത്തത്തില്ല. അങ്ങനെ തന്നെ കാർ ഷോറൂമിൽ നിന്നും എന്നെ പറഞ്ഞയച്ചത്. എൻ്റെ ബിസിനസ് മൈൻഡ് എന്താണെന്ന് അവർക്കറിയില്ല. അത് എൻ്റെ കുറ്റമാണോ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സുധിയെ രവീന്ദ്രൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നീ മിണ്ടാതിരിക്കുക, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഈ സമയത്ത് രവീന്ദ്രൻ കലി വന്നിട്ട് അങ്ങ് പോയി. സച്ചിൻ രേവതിയൊക്കെ അങ്ങ് പോയി. പിന്നെ ചന്ദ്രയും നമ്മുടെ സുധിമോനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് ചന്ദ്ര എടുത്ത് ചെയ്തപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, മാറി നിൽക്കാൻ പറഞ്ഞു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാടാ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ, എന്നിട്ട് നീ എന്താടാ ഇതുവരെ ജോലി കണ്ടുപിടിക്കാത്തത്? കഷ്ടം ഉണ്ടടാ, കഷ്ടം. ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ ഞാനും കൂടെ അല്ലേടാ നാണം കിട്ടും, നാറി വിളറി വെളുത്തിവിടെ നിൽക്കുക. എന്നിട്ട് അവൻ നിൽക്കുന്നത് കണ്ടില്ലേ? മര്യാദയ്ക്ക് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് ഒന്ന് പോകാൻ നോക്കെന്റെ സുധി. നീ ഇപ്പൊ ചെല്ല്, നിന്റെ ഭാര്യ വെച്ചിട്ടുണ്ട് നിനക്ക്, നീ ചെല്ല്, അവളെ ഒന്ന് ചെന്ന് സമാധാനിപ്പിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി. നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു? നേരെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. പേടിച്ച് വിറച്ചാട്ടോ ചെല്ലുന്നത്. അങ്ങനെ പേടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കര കരച്ചില്. അങ്ങനെ ഈ ബെഡിൽ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ച് ഇരുന്ന് ഭയങ്കര കരച്ചില്. പതുക്കെ ചെന്നിട്ട്, ശ്രുതി സോറി ശ്രുതി, എന്നോട് ക്ഷമിക്ക് ശ്രുതി എന്ന് പറഞ്ഞു. ശ്രുതി ഇങ്ങനെ കുനിഞ്ഞിട്ട് ഒറ്റ നോട്ടം നോക്കിയിട്ട്, എന്താ ശ്രുതി എന്നോട് പറഞ്ഞത്? ഞാൻ ക്ഷമിച്ചേനെ. ജോലി ഇല്ലാതെ, ജോലി അന്ന് പോയില്ലേ, ആ ഒരു ദിവസം വന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. ഇതിപ്പോ എന്നെ കബളിപ്പിക്കുന്ന പോലെ ആയില്ലേ? അല്ല ശ്രുതിക്ക് എന്താ ആത്മാർത്ഥതയുള്ളത്? ശ്രുതിയുടെ അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ടും കൂടെ കഴിയുന്ന എന്നോട് എല്ലാം മറച്ചു വെച്ചില്ലേ? എന്നോട് സത്യം പറഞ്ഞില്ലല്ലോ. അപ്പം ശ്രുതിയുടെ ജീവിതത്തിൽ ഞാൻ ആരുമല്ല, ഒരു ഭാര്യയുടെ സ്ഥാനം എനിക്കില്ല. അതുകൊണ്ട് തന്നെയാ ശ്രുതി ഇതൊന്നും എന്നോട് പറയാതിരുന്നത്. ഇറങ്ങിപ്പോക്കോ എൻ്റെ മുമ്പിൽ നിന്ന്, എനിക്ക് കാണണ്ട, ഇറങ്ങിപ്പോകാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കുറെ ഡയലോഗൊക്കെ ഇങ്ങനെ വെച്ച് കാച്ചി നമ്മുടെ ശ്രുതി. അപ്പൊ ശ്രുതി പറഞ്ഞു, പ്ലീസ് ശ്രുതി, ഞാൻ നിന്റെ കാല് പിടിക്കാം, ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഷൗട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ, നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ, നീ എന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ ശ്രുതി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ അല്ലാതെ എന്നോട് ആരാ ക്ഷമിക്കുന്നത്? വേറെ ആരെങ്കിലും എന്നോട് ക്ഷമിക്കുമോ? പിന്നെ ഞാൻ ഒരുപാട് ജോലി അന്വേഷിക്കുന്നുണ്ട്, അറിയാലോ, എൻ്റെ ക്വാളിഫിക്കേഷന് വിദ്യാഭ്യാസമൊക്കെ അനുസരിച്ച് എനിക്കിപ്പം ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതെ, ജോലി വലിയ കമ്പനികളിൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയേക്കാം. പക്ഷെ എൻ്റെ ഈ ബിസിനസ് മൈൻഡുള്ള ആ ഒരു ഇതും കൊണ്ട് ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്കും അവരെന്തോ എന്നെ അവഗണിച്ച് വിടുക. അവരുടെ കൂടെ നിന്നാൽ ഞാൻ ചിലപ്പം
വികസിച്ച് ഞാൻ ചിലപ്പം തലപ്പത്ത് എത്തിയാലോ എന്ന് ഓർത്തിട്ട് എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര കുശുമാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, നിർത്തുന്നുണ്ടോ, ഈ വക ഉള്ള ഡയലോഗ് നിർത്തിക്കോ, എനിക്കിതൊന്നും കേൾക്കണ്ട, ഈ ഡയലോഗ് ഒന്നും എനിക്ക് കേൾക്കണ്ടെന്നാ പറഞ്ഞത്. ഒരു സഹതാപവും ഇനി എന്നിൽ നിന്നും ഉണ്ടാവില്ല. ഒരു വിദ്യാഭ്യാസം, ഒരു യോഗ്യത, എന്ത് യോഗ്യതയുള്ളത്? അല്ല ഞാൻ പറയട്ടെ, പട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുന്ന പോലെ കുറെ വിദ്യാഭ്യാസം കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല, അത് വിനിയോഗിക്കാൻ പഠിക്കണം. ഇറങ്ങിപ്പോ ശ്രുതി എൻ്റെ മുമ്പിൽ നിന്ന്, ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞ് വാതില് പുറത്തുനിന്ന് അങ്ങ് കുറ്റി വിട്ടിട്ട് നമ്മുടെ ശ്രുതി വീണ്ടും കരയാൻ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് യാതൊരു നിർവാഹവും ഇല്ലാതായിപ്പോയി. പിന്നെ നേരെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി നേരെ മീരയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. മീരയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പാവം തോന്നി. ഏതായാലും മീര പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ. നീ ഏതായാലും ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം സ്വന്തം കണ്ണിൽ കരട് കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്ന അത്രയ്ക്ക് ശരിയാണോ? കാരണം വലിയൊരു കള്ളത്തരമാണ് നമ്മുടെ ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നീ ഇതങ്ങ് ക്ഷമിച്ച് കളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഇല്ല ഞാൻ ക്ഷമിക്കില്ല, ഇതൊരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നതും ഞാൻ കള്ളങ്ങൾ പറയുന്നതും എനിക്കും ശ്രുതിക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാ. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ. ഇതിപ്പം കള്ളം പറഞ്ഞത് എന്തിനാ അവൻ കള്ളം പറഞ്ഞത്? അല്ല ശ്രുതി, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, ജോലി ചെയ്യാൻ മടിയാ ശ്രുതിക്ക്, അതെനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ കല്യാണത്തിന് മുമ്പും അത് ഞാൻ പലതവണ പറഞ്ഞപ്പോഴത്തേക്കും നീ പറഞ്ഞു വേണ്ട, സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്തായി? ദേ നീ ഇങ്ങനെയൊന്നും പറയാതെ, എനിക്ക് വയ്യ, എനിക്ക് ചിന്തിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എത്ര ആഗ്രഹിച്ച ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നത്. എന്നിട്ടിപ്പം ഞാൻ എത്രമാത്രം ശ്രുതിയെ സ്നേഹിച്ചു, എന്നിട്ട് അതിൻ്റെ ഒരു ശതമാനം പോലും എന്നെ അവൻ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കുന്നത് വരെ ചിന്തിച്ചു പോവുക, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മീര സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നീ സമാധാനമായിട്ടിരിക്കും, ഞാനിപ്പം കോഫി എടുത്തിട്ട് വരാം, നീ കൂൾ എന്നൊക്കെ പറഞ്ഞു കോഫി എടുക്കാൻ പോയിട്ട് തിരിച്ചു കോഫി എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കിടന്നിടത്ത് കൂടെ പോലും, ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല എന്ന് പറയുന്ന പോലെ ശ്രുതി ഇരുന്ന സ്ഥലത്ത് ആരുമില്ല. അപ്പോഴത്തേക്കും പേടിയായിട്ടോ, മരിക്കാൻ പോകുന്ന കാര്യമൊക്കെ നമ്മുടെ ശ്രുതി പറഞ്ഞിരുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ മീര ഉടനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ആരെ? നമ്മുടെ ശ്രുതിനെ. ഏതായാലും ശ്രുതി ഇതറിയുമ്പോഴത്തേക്കും ചങ്കയെ തല്ലി കരഞ്ഞ് നിലവിളിച്ചൊരു പരുവ് ആകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്ത് നോക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നു. ഇപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. അപ്പം നമ്മൾ അടുത്ത വിശേഷം നയനുടെയും ആദർശിന്റെയും വിശേഷമൊക്കെ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.